afternoon. Good afternoon, ma'am. Good afternoon. ചെറിയൊരു പോർഷനും കൂടി അല്ലേ നമുക്ക് ഇനി എടുക്കാനുള്ളൂ? Yes, ma'am. ഓക്കെ, നമ്മളപ്പോ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ്. മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് ആണ് നമ്മൾ ഇത്ര നേരം എടുത്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന് 2 സ്റ്റെപ്പുകളാണ്, മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. മാർക്കറ്റ് പ്ലാനിങ് എന്തായിരുന്നു, അതിന്റെ എലമെന്റ്സ് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരിക്കും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്? എങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുമോ? മാർക്കറ്റിലൂടെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോ എങ്ങനെയൊക്കെ ആഡ്സ് വഴി ഓൺലൈൻ. ഓക്കെ, അത് തന്നെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. Marketing communication is the most noticeable of any of the marketing mix variables. എന്തായിരുന്നു മാർക്കറ്റിംഗ് മിക്സ് വാരിയബിൾസ് എന്ന് പറഞ്ഞാല്? മാർക്കറ്റിംഗ് മിക്സ് ഏതായിരുന്നു? ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? ഓർമ്മയില്ല? മാർക്കറ്റിംഗ് മിക്സ് എല്ലാരും മറിച്ച് നോക്കുന്നുണ്ടാവും അല്ലെ? സ്ട്രാറ്റജീസ്. ഫോർ സ്ട്രാറ്റജീസിന്റെ മിക്സ് ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് വേരിയബിൾസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വേരിയബിൾസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലെ. ഫോർ സ്ട്രാറ്റജീസ് ഉണ്ട്: പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോ ഈ മാർക്കറ്റിംഗ് വേരിയബിൾസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അതിനകത്ത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നത് എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് നമ്മുടെ മാർക്കറ്റ് സക്സസ്ഫുൾ ആവുന്നത് എന്ന് നമ്മൾ നോക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനി നോക്കിയേ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് that make up the marketing communication mix. അപ്പൊ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്പർ ഓഫ് എലമെന്റ്സ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൺസിസ്റ്റിംഗ് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഇങ്ങനെയെല്ലാം കസ്റ്റമേഴ്സിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാം എന്നതിനുള്ള പേജ് നമ്പർ മിസ്സിംഗ് ഇല്ല കേട്ടോ. പേജ് നമ്പർ ഉള്ളവരൊന്നും പറഞ്ഞു കൊടുക്കട്ടോ എത്രയാണെന്നുള്ളത്. അപ്പൊ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. അഡ്വർടൈസ്മെന്റ് ഉണ്ട് അല്ലെ, അഡ്വർടൈസിംഗിലൂടെ നമുക്ക് ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ സെല്ലിങ്, വ്യക്തിഗത സെല്ലിങ്, വ്യക്തിഗത വിൽപ്പന. അതുപോലെ എന്താണ്? സെയിൽസ് പ്രമോഷൻ വഴി നമ്മൾ പഠിച്ചില്ലേ? 2 ആളുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് പ്രമോഷൻ എന്ന് പറയുന്നത്. അതിലൂടെ പിന്നെ എന്താണ്? പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് നമ്മള് കർഷകന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതുവഴി എന്താണ്? ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. അതുപോലെ സൈബർ മാർക്കറ്റിംഗ്. എന്താണ് സൈബർ മാർക്കറ്റിംഗ്? എന്താ സൈബർ മാർക്കറ്റിംഗ്? നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. സൈബർ എന്താ? ഓൺലൈൻ മാർക്കറ്റ്. അപ്പോ ഈ ഇവയെല്ലാം ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് വഴി അതാണ് എന്തെന്ന് പറയുന്നത്? അഡ്വർടൈസിംഗ് ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, സെയിൽസ് പ്രമോഷൻ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, സൈബർ മാർക്കറ്റിംഗ് ഉണ്ട്. ഇവയെല്ലാം വഴി കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ
മിക്സ്, അതിന്റെ ആ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ആണ് ഈ പറഞ്ഞവയെല്ലാം. ക്ലിയർ ആയോ? ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാനുള്ളൂ കേട്ടോ. ഈ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്നത് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. ഏതൊക്കെയുണ്ട്? അഡ്വർടൈസിംഗ് ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, ഡയറക്ട് മാർക്കറ്റിംഗ് ഉണ്ട്, സൈബർ സെല്ലിംഗ് ഉണ്ട്. ചിലപ്പോൾ ചോദിക്കാം എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി എന്താണ്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്നാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, pure marketing methods are health education camp, awareness program for consumers, medical camp, website marketing through different referral avenues such as corporate insurance companies, smaller healthcare organizations, alluring international patients through medical tourism and promotional package for various occasions. അപ്പോ എന്തൊക്കെ വഴിയാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പിലൂടെ, അതുപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാം നടത്താറില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? കൺസ്യൂമേഴ്സിന് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ കൊടുക്കുന്നതൊക്കെ, കണ്ണ് പരിശോധന, പ്രഷർ, BP ചെക്ക് ചെയ്യല്, അങ്ങനെ പല പല ക്യാമ്പുകൾ നടത്താറില്ലേ? അതുവഴി അവയർനെസ് പ്രോഗ്രാം നടത്തുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗിലൂടെ ഒക്കെ എന്താണ് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടിതമായിട്ടുള്ള കോർപ്പറേഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, സ്മോളർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, ഇവയൊക്കെ എന്തുണ്ടാവും? ഈ ഹോസ്പിറ്റലുമായിട്ട് ചെറിയ രീതിയിലുള്ള ടൈപ്പ് ഉണ്ടാവും. ടൈപ്പ് വഴി എന്താണ് ഇവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് ഓൺലൈൻ വഴിയൊക്കെ അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ പേഷ്യൻസ്, ആരാണ് ഇന്റർനാഷണൽ പേഷ്യൻസ്? ആരാണ് ഇന്റർനാഷണൽ പേഷ്യൻസ്? ആരാണ്? വിദേശികള്. ഓക്കെ, ഫോറിനേഴ്സ് അല്ലെ? നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? ആയുർവേദപരമായിട്ടുള്ള ചികിത്സകള്, സ്പാ, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കും എന്താണ് കൂടുതൽ പ്രൊമോഷൻ പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? അവരിലേക്കും ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ പ്രൊഡക്റ്റുകൾ, നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തുന്നുണ്ട്. പിന്നെ എന്താണ്? ഇഫക്റ്റീവ് hospital marketing is fulfilled by developing smart and sensible advertising and marketing campaigns. അപ്പോ എന്താണ്? ഫലപ്രദമായ, ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ എന്തൊക്കെയാണ്? സമർത്ഥവും, സ്മാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമർത്ഥമായും, അതുപോലെ സെൻസിബിൾ എന്ന് പറഞ്ഞാല് വിവേകപൂർണമായ പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇപ്പൊ ഒരു പരസ്യം ഇറക്കുകയാണല്ലേ? പരസ്യം ഇറക്കുമ്പോൾ ജസ്റ്റ് 1-2 മിനിറ്റ് ഉണ്ടാവുള്ള പരസ്യം. ആ പരസ്യത്തിലൂടെ പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, എത്ര രൂപ പ്രൈസ് വരും എന്നുള്ളത് ആ കുറഞ്ഞ സമയം കൊണ്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തണം. അതാണ് പരസ്യത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് നല്ല രീതിയിൽ കൺസ്യൂമറെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം. അങ്ങനെയുള്ള പല പരസ്യ വിപണന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം. പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഷുഡ് ബി കൺസിസ്റ്റ് ഓഫ് വെൽ സ്ട്രക്ചർഡ് മീഡിയ മിക്സ് ടു ഇൻക്ലൂഡ് പ്രസ് റിലീസസ്, പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് വെബ്. എന്താ പറയുന്നത്? ഇങ്ങനെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നടത്താൻ പറ്റും. എങ്ങനെയൊക്കെ നടത്താൻ പറ്റും? അതിനുള്ള വെൽ സ്ട്രക്ചേർഡ് മീഡിയാസ് ഏതൊക്കെയാണ്? പ്രസ് റിലീസസ്, എന്താ? പത്രക്കുറിപ്പുകൾ അല്ലെ? പത്രക്കുറിപ്പുകൾ വഴി. അതുപോലെ പ്രിന്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് പല നോട്ടീസുകൾ കിട്ടാറില്ലേ? പ്രിന്റ് ചെയ്തിട്ട് കിട്ടാറുണ്ടോ?
എന്താണ് പുതിയതായിട്ടുള്ള ഹോസ്പിറ്റൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്താണ് ആഡി സെയിൽസ്, അങ്ങനെയുള്ള ഇപ്പോ ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പല പല നോട്ടീസും കിട്ടാറുണ്ട് അല്ലെ. അഡ്വർടൈസ്മെന്റ് അങ്ങനെ പല പ്രിന്റുകളിലൂടെ നമുക്ക് കിട്ടാം. അതുപോലെ ടെലിവിഷനിലൂടെ ആഡ്സ് വഴി, റേഡിയോസിലൂടെയും ഓൺലൈൻ വെബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ഇത് ചെയ്യാം. ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് നടത്താം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കാം. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരാ എന്നുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് implementation schedule എന്താണെന്നുള്ളത് നോക്കാം. Implementation schedule is a timeline that shows which marketing actions will be done when and by whom എന്നുള്ളത് നോക്കാം ട്ടോ. പിന്നെ സ്ട്രാറ്റജീസ് ഒന്ന് നോക്കി വെക്കാം ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്കറ്റ് റിസർച്ച് എന്താണെന്നുള്ളത് വായിച്ചു വെക്കാം കേട്ടോ. എന്താണ് മാർക്കറ്റ് റിസർച്ച്? is a process of systematically collecting, recording and examining data and information. ഏതൊക്കെ വഴി അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? പ്രൈമറിയും സെക്കൻഡറി. ഇതൊന്ന് ഓർത്ത് വയ്ക്കാം ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ ഇത്രയും പോയിന്റ്സ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത് മാർക്കറ്റിംഗില്. പിന്നെ സ്ട്രാറ്റജീസ് പഠിക്കണം കേട്ടോ, ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ വരാം. 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡെഫിനിഷൻ, 3 ഡെഫിനിഷനും ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗിൽ പഠിച്ചു വെക്കാനുള്ളത് കേട്ടോ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ക്ലിയർ ആണ്? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ചർച്ച ആണ് എടുക്കാൻ പോകുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണ്? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് എന്താ? മെറ്റീരിയൽസ് സാധനങ്ങൾ അല്ലെ, എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയാം. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, സാധനങ്ങള്, അതൊക്കെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലില് ഈ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ അതിന്റെ എല്ലാ ഫങ്ഷനും നടത്താൻ പറ്റുമോ നമുക്ക്? ഹോസ്പിറ്റൽ ഇല്ല. കാരണം എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആയാലും മെറ്റീരിയൽസ് ആയാലും ഡിഫറെന്റ് ആണ്. ആ മെറ്റീരിയൽസ് ഇല്ലാതെ ഹോസ്പിറ്റലുകളിലെ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രവർത്തനം നടത്താനായിട്ട് പറ്റില്ല അല്ലെ. ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ആരുടെ? ഹോസ്പിറ്റലിന്റെ. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ടാണ് മെറ്റീരിയൽസ് വരുന്നത്. സപ്പോർട്ടിംഗ് ഘടകമാണ്. ക്ലിയർ ആയോ? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓക്കെ, ഇത്തിരി വലിയ ചാപ്റ്റർ ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നന്നായിട്ട് ഇരുന്ന് പഠിക്കാട്ടോ, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. As far as any enterprises is concerned, materials are a major cost factor. അപ്പോ ഒരു എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരംഭം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം കേട്ടോ. ഹോസ്പിറ്റല് ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു എന്റർപ്രൈസ് ആണ്. അപ്പൊ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരംഭം. അപ്പോ ആ എന്റർപ്രൈസസിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? മേജർ കോസ്റ്റ് ഫാക്ടർ ആണ്. ചിലവേറിയ അല്ലെങ്കിൽ ചിലവ് കൂടിയ ഒരു ഘടകമാണ് അല്ലെ. മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് സ്കാനേഴ്സ് ഉണ്ട്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പല പല സ്കാനിങ് മെഷീൻസ്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിക്കാനായിട്ട് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്താണ് പഠിച്ചിട്ടുണ്ടോ? ചിലവ് കൂടിയ ഒരു എക്യുപ്മെന്റ്സ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്. അത് കുറെ നാൾ അത് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അതിനെന്താണ്? കൂടുതൽ കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് കൂടിയ ഒരു
equipments ആണ് capital equipments എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലുകളിലും ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്താണ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് ചിലവ് കൂടിയ ഘടകമാണ്. About 40% of budgetary allocation is on procurement and management of stores in healthcare institutions. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യത്തിനും ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതുണ്ടല്ലേ? മാർക്കറ്റിൽ നമ്മൾ പഠിച്ചില്ലേ? അപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് എന്ന് പ്ലാൻ ചെയ്ത് ഓരോ ഇതിനും നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കണം. ഇങ്ങനെ മെറ്റീരിയൽസിന് മാത്രമായിട്ട് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ മെറ്റീരിയൽസിന് മാത്രമായിട്ട് 40% ആണ് നീക്കി വെക്കുന്നത്. മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? 40% ആണ്. പ്രൊക്യൂർമെന്റ് എന്താ മീനിങ്? Procurement. In the procurement meaning needs അനുസരിച്ച് ട്ടോ. ഓക്കെ, ഇനി എന്താണ്? Materials can be termed as a equipment, apparatus and supplies acquired, stocked and utilized by an organization. എന്താണ് പറയുന്നത്? മെറ്റീരിയൽസ് എന്തൊക്കെയാവാം? ഹോസ്പിറ്റൽ ആണെങ്കിൽ ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിന് പറയുന്ന മറ്റൊരു പേര് എന്തൊക്കെയാണ്? എക്യുപ്മെന്റ്സ് ആവാം അല്ലെ? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ്സ് ആവാം. അതുപോലെ അപ്പാരറ്റസ് എന്താണ്? യന്ത്രങ്ങളാവാം. അതുപോലെ എന്താണ്? സപ്ലൈസ് അക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭ്യമായ സാധനങ്ങളാവാം. ഇവയൊക്കെ നമ്മൾ മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതുപോലെ എന്താണ്? അപ്പാരറ്റസ്, സപ്ലൈസ് അക്വയർഡ്, സ്റ്റോക്ക് ആൻഡ് യൂട്ടിലൈസ്ഡ്, സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് യൂട്ടിലൈസ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു ഓർഗനൈസേഷനില്. കിട്ടിയോ? മനസ്സിലായോ? പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ കോസ്റ്റ് ഫാക്ടറാണ്, ചിലവേറിയ ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 40% ഈ മെറ്റീരിയൽസിന് വേണ്ടി നീക്കി വെക്കുന്നുണ്ട്. മെറ്റീരിയൽസ് എന്തൊക്കെയാവാം? എക്യുപ്മെന്റ്സ് ആവാം, അപ്പാരറ്റസ് ആവാം, സപ്ലൈസ് അക്വയർഡ് ആവാം. ഓക്കെ, ഇനി എന്താണ്? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് may also be interchangeably defined as stores management. മെറ്റീരിയൽസ് മാനേജ്മെന്റ് പറയുന്ന മറ്റൊരു പേരാണ് ഇത് സ്റ്റോർസ് മാനേജ്മെന്റ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പറയുന്ന അനന്തര നെയിം എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? സ്റ്റോർസ് മാനേജ്മെന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഹോസ്ലിയൻ ഹാസ് ഡിഫൈൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആസ് the supervision and control of goods and services and equipments from acquisition to disposition. എന്താണ്? ഹോസ്ലി മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? The supervision and control of goods, services and equipments from acquisition to disposition. Acquisition എന്താ? Acquisition ഏറ്റെടുക്കുക അല്ലെങ്കിൽ എന്താണ്? കൈവശപ്പെടുത്തുക. ഏറ്റെടുക്കുക കേട്ടോ. ഏറ്റെടുക്കുക അല്ലെങ്കിൽ കൈവശപ്പെടുത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി ഡിസ്പോസിഷൻ എന്താ? ഡിസ്പോസിഷൻ ക്രമീകരണം കേട്ടോ. ക്രമീകരണം മനസ്സിലായോ? അക്വിസിഷൻ എന്ന് പറഞ്ഞത് കൈവശപ്പെടുത്തുക അല്ലെങ്കിൽ ഏറ്റെടുക്കുക, റിസീവ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. ഏറ്റെടുക്കുക അല്ലെങ്കിൽ എന്താണ്? കൈവശപ്പെടുത്തുക. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാല് ക്രമീകരിക്കുക. അപ്പോ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണെന്ന് പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ലേ? ആ വാങ്ങിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ? സ്വീകരിക്കുന്നു. അക്വിസിഷൻ നടത്തി
അതെന്ത് ചെയ്യുന്നുണ്ട്? മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അതാത് സ്ഥലത്ത് അതിന്റെ ആ പൊസിഷനിൽ നമ്മൾ ക്രമീകരിച്ച് വെക്കും അല്ലെ? മനസ്സിലായോ? ഏറ്റെടുത്തു, അത് ക്രമീകരിച്ച് അതാതിന്റെ പൊസിഷനിൽ അത് എന്ത് ചെയ്തു വെച്ചു? ക്രമീകരിച്ചു വെച്ചു. അങ്ങനെയുള്ള ആ സൂപ്പർവിഷനെയും കൺട്രോളിങ്ങിനെയും പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ക്ലിയർ ആയോ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് മോസ്റ്റ്ലി പറയുന്നത് ഇങ്ങനെയാണ്. എന്ത്? ആ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് എക്വിപ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുകയും അത് അതാതിന്റെ ക്രമം അനുസരിച്ചിട്ട് നമ്മൾ ക്രമീകരിച്ച് വെക്കുന്നുണ്ട്. ആ സൂപ്പർവിഷനെയും കൺട്രോളിങ്ങിനെയും പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഇനി എന്താണ്? മാനേജിംഗ് ഓഫ് മെറ്റീരിയൽസ് to give the right quality of material at the right time, at the right place, at low cost in this materials management. In materials management ne വേറെ തരത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് മെറ്റീരിയൽസ് എങ്ങനെയാണ് നൽകേണ്ടത്? give the right quality, നല്ല ഗുണനിലവാരത്തോടു കൂടി കൊടുക്കുക, അതുപോലെ ശരിയായ ഗുണനിലവാരത്തോടു കൂടി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ റൈറ്റ് ടൈമില്, ശരിയായ ടൈമില്, ശരിയായ പ്ലേസില്, ലോ കോസ്റ്റില് വേണമെന്ന് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് നൽകാനായിട്ട് അതിനെയും എന്ന് പറയുന്നുണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ രണ്ട് തരത്തിലാണ് പറയുന്നത് കേട്ടോ. കോസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗുഡ്സ് ആൻഡ് സർവീസസുകൾ നമ്മൾ ഏറ്റെടുക്കുന്നത് മുതൽ ക്രമീകരിക്കുന്നത് വരെയുള്ള ആ സൂപ്പർവിഷൻ കൺട്രോളിങ്ങിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ മെറ്റീരിയൽസ് നൽകുമ്പോൾ നല്ല ശരിയായ രീതിയിലുള്ള ക്വാളിറ്റിയോടെയും റൈറ്റ് ടൈമിലും റൈറ്റ് പ്ലേസിലും ലോ കോസ്റ്റിലും വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതിനെ നമ്മൾ എന്ന് പറയുന്നുണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണോ? മെറ്റീരിയൽസ് ആർ എ വൈറ്റൽ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ എന്താണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ഘടകം. വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ് ആരുടെ? ഹോസ്പിറ്റലിന്റെ. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം, ഒരു റിസോഴ്സസ് ആണ്, വിഭവമാണ്. ഇനി it is a supportive department in functioning of the hospital. അല്ലെ? ഓരോ ഹോസ്പിറ്റലിന്റെയും ഫംഗ്ഷൻ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഈ മെറ്റീരിയൽസ് ഒരു ഘടകമാണെന്ന് പറയുന്നത് അല്ലെ? സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും മെറ്റീരിയൽസ് വർക്ക് ചെയ്യുന്നത്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സപ്പോർട്ടീവ് ഫാക്ടർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? നമ്മൾ എന്താ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്? ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് എന്താണ്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോസ്റ്റ് ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നിർവഹിക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് അലോക്കേഷൻ നിർവഹിക്കാനും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 40% ആണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ എന്തൊക്കെ പറയുന്നുണ്ട്? എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നുണ്ട്, അപ്പാരറ്റസ്, അതുപോലെ സപ്ലൈസ് ആൻഡ് കെയർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഹോസ്റ്റ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്?
ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ കൈവശപ്പെടുത്തുന്നത് മുതൽ അത് ക്രമീകരിച്ച് വെക്കുന്നത് വരെയുള്ള സൂപ്പർവിഷനെയും കൺട്രോളിങ്ങിനെയും പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന്. അതുപോലെ മറ്റൊരു തരത്തിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നമ്മൾ നൽകുമ്പോൾ റൈറ്റ് ടൈമില്, റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് പ്ലേസിൽ, അതുപോലെ ലോ കോസ്റ്റിൽ വേണം മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതിനെയും മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മെറ്റീരിയൽസ് ആർ ദ വൈറ്റൽ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ് വിഭവമാണ്. അതുപോലെ സപ്പോർട്ടീവ് ഘടകമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സപ്പോർട്ടീവ് ഘടകമായിട്ട് മെറ്റീരിയൽസിനെ പറയുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ ഇൻട്രൊഡക്ഷൻ? അക്വിസിഷന്റെ അർത്ഥങ്ങൾ മനസ്സിലായില്ലേ? അക്വിസിഷൻ കൈവശപ്പെടുത്തുക, അതുപോലെ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക, മാനേജ്മെന്റ് മനസ്സിലായില്ലേ? മാനേജ് ചെയ്യുക, അതുപോലെ പ്രൊക്യൂർമെന്റ് നിർവഹിക്കാനായിട്ടുള്ളത്. അതാണ് ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിർവഹിക്കുകയും അത് തയ്യാറാക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്തതിലൂടെ 40% ആണ് ഇവിടെ മാറ്റിവെക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി എന്താണ് എയിംസ് ഓഫ് നോക്കണം അവിടെ. എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എയിംസ് ആണ് പ്രധാനപ്പെട്ട എയിമുകളാണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ. ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ is to make sure that there ample stock of required items for continuous supply. ഫസ്റ്റ് എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ample stock of required items for continuous supply. Continuous supply എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സപ്ലൈ. എന്ത് വേണം? മതിയായ രീതിയിലുള്ള സ്റ്റോക്ക് അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരിക്കണം. ആംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മതിയായ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള, മനസ്സിലായില്ലേ? മതിയായ സ്റ്റോക്ക് അവിടെ ഉണ്ടാകണം. മനസ്സിലായോ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അലൈൻമെന്റ് മനസ്സിലായോ? ക്ലിയർ ആണോ അത്? ഓക്കെ. ഇനി എന്താണ് സെക്കൻഡ് നോക്കിയേ. ടു കീപ് അവേ ഫ്രം സർപ്ലസ്. എന്താ സർപ്ലസ്? സർപ്ലസ് എന്താ? സർപ്ലസ് എന്താ? ബാലൻസ് വരിക അല്ലെ? അധികമായിട്ട് വരുന്നത്, മിച്ചം വരിക എന്നൊക്കെ പറയില്ലേ? അധികമായിട്ട് വരുന്നത്, കൂടുതൽ വരുന്നത്. ഓക്കെ. ബാലൻസ് വരുന്നതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോ അധികമായിട്ട് വരാതെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇപ്പൊ ഫാർമസിയിലോട്ട് നമ്മൾ ഒരു മാസത്തിന് ഒരു മെഡിസിൻ ഓർഡർ ചെയ്യുന്നത്. ഓർഡർ ചെയ്യുമ്പോൾ ഒരു മാസത്തിന് മാത്രമുള്ളത് മാത്രം എന്ത് ചെയ്യണം? ഓർഡർ ചെയ്താൽ മതി. അധികമാവാൻ പാടില്ല. അധികമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താവും? കുറെ എടുത്തു കഴിഞ്ഞാൽ, സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാല് ആ മെഡിസിൻസ് ചിലപ്പോ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയും അല്ലെ? അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റുമോ? വേസ്റ്റ് ആയി പോകും. എക്സ്പയറി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് വേണം? ഉപയോഗിക്കാനുള്ള രീതിയിൽ അവരുടെ ആവശ്യത്തിന്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യത്തിന് മാത്രമുള്ള സ്റ്റോക്ക് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അധികം ആവാണ്ട് കേട്ടോ. മനസ്സിലായോ? ഇനി എന്താണ്? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ഇപ്പോ ചില മെഡിസിൻസ് ഒക്കെ എന്താണ്? കൂൾ ടെമ്പറേച്ചറിലൊക്കെ വെക്കേണ്ടതായിട്ട് വരും. തണുപ്പ് ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള മെഡിസിൻസോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറേജ് അല്ലെ? അവർക്ക് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിന് ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് അടുത്ത എയിമായിട്ട് പറയുന്നത്. മനസ്സിലായോ? എന്താണ്? മെഡിസിൻസ് ഒക്കെ, ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ കൂൾ സ്റ്റോറേജിലൊക്കെ വെക്കേണ്ടതായിട്ട് വരില്ലേ?
അതുപോലെ അവർക്ക് യോജിച്ചിട്ടുള്ള മെറ്റീരിയൽസിന് യോജിച്ചതായിട്ടുള്ള സ്റ്റോറേജിൽ വേണം വെക്കാനായിട്ട്. മിനിറ്റ് വായിച്ചു നോക്കി ഒന്ന്. മനസ്സിലായോ? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ഇത്ര വരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? 3 ഒബ്ജക്റ്റീവ് ഒക്കെയാണ്. ഇനി നോക്കിയേ, ഈസി റിട്രീവബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, ദ പോയിന്റ് ഓഫ് യൂസേജ് whenever needed. റിട്രീവബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചെടുക്കാൻ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തില് എന്ത് ചെയ്യണം? ഓരോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓരോ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് വെക്കും അല്ലെ. ഇന്ന പൊസിഷനിൽ ഇന്ന മെഡിസിൻ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തിപ്പോ പേഷ്യൻസ് വന്ന് ചോദിക്കുമ്പോ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടൊന്നുമില്ല, വെറുതെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിരിക്കുന്നതാണെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസ് ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ക്രമീകരിച്ച് വെക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? പിന്നെന്താണ്? ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. ഇഫക്റ്റീവ് എന്താണ്? ഫലപ്രദമായിട്ടുള്ള. എഫിഷ്യന്റ് എന്താ? കാര്യക്ഷമമായിട്ടുള്ള. ഫലപ്രദമായിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള രീതിയിലുമായിരിക്കണം റിസോഴ്സസുകള് യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗിക്കാനായിട്ട്. ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടുള്ള രീതിയിലും റിസോഴ്സസുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആംബിൾ സ്റ്റോക്ക് ഓഫ് required items for continuous supply. നിരന്തരമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നിരന്തരമായിട്ട് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ടു കീപ് എവേ ഫ്രം സർപ്ലസസ്. നമ്മള് മിച്ചമായിട്ട് അധികമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്ര ക്വാണ്ടിറ്റി മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എന്താണ്? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ചില മെറ്റീരിയൽസിനൊക്കെ ചില എന്താണ് ഫുൾ ടൈം അല്ലെങ്കിൽ സ്റ്റോറേജിലൊക്കെ വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള സ്റ്റോറേജിൽ അവ സ്റ്റോറേജ് ചെയ്ത് വെക്കണം. ഇനി എന്താണ്? അല്ലെ, ഈസി റിട്രീവബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, ദ പോയിന്റ് ഓഫ് യൂസേജ് whenever needed. നമുക്ക് നല്ല രീതിയിൽ ഓരോ ഐറ്റംസും നല്ല രീതിയിൽ ക്രമീകരിച്ച് വെക്കുന്ന രീതിയിലായിരിക്കണം. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ അല്ലെ ക്രമീകരിച്ചിട്ട് തിരിച്ചെടുക്കാനായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഓരോ മെറ്റീരിയൽസും വെക്കേണ്ടത്. അതുപോലെ എന്താണ്? ഫലപ്രദമായതും കാര്യക്ഷമതയോടും കൂടിയിട്ടുള്ള റിസോഴ്സസുകളുടെ യൂട്ടിലൈസേഷൻ സാധ്യമാവണം. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഇനി ഇവിടെ 3 ഒബ്ജക്റ്റീവ്, മേജർ ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. നമ്മള് പഠിച്ചത് നമ്മള് എയിംസും ആൻഡ് ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എയിംസ് ചോദിച്ചാലും ഒബ്ജക്റ്റീവ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി മേജർ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ, എന്താണ്? പരമാവധി ഉയർത്തുക. മാക്സിമൈസേഷൻ ഉയർത്തുക എന്നാണ് അർത്ഥം. പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓരോ ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽസ് ആയാലും എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്, മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇനി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, പിന്നെ എന്ത് കുറയ്ക്കണം?
മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അതുപോലെ എന്താണ് അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ് എന്താണ്, അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ക്ലിയർ ആയോ? അറ്റൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേടിയെടുക്കണോ അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് എന്താവും? ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക, അച്ചീവ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാട്ടോ. ഇനി എന്താണ് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനുള്ളത്? ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, receiving and inspection, stocking and distribution, inventory control, cost reduction, value analysis and disposal. First one നോക്കിയേ, മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തു? ഓരോ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഹോസ്പിറ്റലിന്. ആ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പ്ലാൻ ചെയ്തു. അതാണ് മെറ്റീരിയൽസ് പ്ലാനിങ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി പ്ലാനിങ് നടത്തുന്നു. മനസ്സിലായോ? ഫസ്റ്റ് കിട്ടിയോ? മെറ്റീരിയൽസ് പ്ലാനിങ് മനസ്സിലായില്ലേ? ഇനി എന്താണ്? നമ്മൾ അതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എന്താ വേണ്ടത്? ഇനി അടുത്തത് എന്താ ചെയ്യാ? അടുത്ത സ്റ്റെപ്പ് പറയാൻ പറ്റോ? പർച്ചേസ് ചെയ്തിട്ട് ബഡ്ജറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമ്മള് പ്രിപ്പയർ ചെയ്യണ്ടേ, തയ്യാറാക്കണ്ടേ? ഓരോ മെറ്റീരിയൽസിനും ഇത്രയും പെർസെന്റേജ്, വേറെ മെറ്റീരിയൽസിന് ഇത്ര പെർസെന്റേജ് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അതാണ് ബഡ്ജറ്റിംഗ്. ആദ്യം നമ്മള് മെറ്റീരിയൽസ് പ്ലാനിങ് ചെയ്തു, അതിനുശേഷം നമ്മൾ അതിന് വേണ്ട ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് തയ്യാറാക്കി. ഇനി എന്താണ്? അച്ചൈൻമെന്റിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ കുട്ടിക്ക്. ഇനി എന്താണ്? ബഡ്ജറ്റിൽ തയ്യാറാക്കി, അതിനുശേഷം എന്താണ്? പർച്ചേസിങ് അല്ലെ. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മള് പർച്ചേസ് ചെയ്തു, ബൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ളത് കിട്ടിയില്ലേ? റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ്. റിസീവ് ചെയ്തെടുത്തു, കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കണ്ടേ? നമ്മൾ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്ര എണ്ണമാണോ 10 എണ്ണമാണോ പറഞ്ഞിരിക്കുന്നത്? 10 എണ്ണം തന്നെ ഉണ്ടോ? എത്രയാണ് പ്രൈസ്? ഡാമേജ് വല്ലതുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെ ചെക്ക് ചെയ്തു, ഇൻസ്പെക്ഷൻ നടത്തി. ഇനി അതിനുശേഷം എന്താണ്? ഓരോന്നും ക്രമീകരിച്ച് അതിൻ്റെതായിട്ടുള്ള പൊസിഷനിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചു, സ്റ്റോർ ചെയ്ത് വെച്ചു. ക്ലിയർ ആയോ? ഇനി എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും വേണ്ട സാധനങ്ങൾ നമ്മള് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ നടത്തി കൊടുത്തു. ഓക്കെ, മനസ്സിലായോ? 3 കാര്യങ്ങളും 3 പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? ഇൻവെന്ററി കൺട്രോൾ. ഇത് കണക്ട് ചെയ്താണ് മിസ് പറഞ്ഞത്. ഇനി ജസ്റ്റ് നോക്കിയേ, ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരപ്പട്ടിക അല്ലെ. ഓരോ സ്റ്റോക്കിന്റെയും വിവരപ്പട്ടിക തയ്യാറാക്കണം. ഓരോന്നും എത്ര ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് എത്ര സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ഇൻവെന്ററി കൺട്രോൾ. ഇനി എന്താ? കോസ്റ്റ് റിഡക്ഷൻ അല്ലെ. എങ്ങനെയെല്ലാം കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് വഴി അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് മെറ്റീരിയൽസിന്റെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റോ? എങ്ങനെയെല്ലാം കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം, കുറയ്ക്കാൻ പറ്റും? ബാർഗെയിനിങ്, ഡിസ്കൗണ്ട്. ഓക്കെ, ഇവിടെ മെറ്റീരിയൽസ് നമ്മള് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എങ്ങനെ പറ്റും? ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു. റീയൂസ് ചെയ്തുകൊണ്ടല്ലേ. ഇപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? നമുക്ക് റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ? വില കുറവുള്ള എന്താണ്? വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാം, നമുക്ക് വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാം. ഓക്കെ. ഇനി എങ്ങനെ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെന്താണ്? നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഗുണനിലവാരമുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ എന്താണ്? അത് കുറെ നാള് നിലനിൽക്കില്ലേ നമുക്ക്?
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പോ അതെന്താണ് കുറെ നാള് മെയിൻ്റെനൻസ് വർക്ക് റിപ്പയേഴ്സ് ഒന്നും കൂടാതെ കുറെ നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വഴി. പിന്നെന്താ, പിന്നെ എങ്ങനെ ഉപയോഗിക്കാം? കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം. ആവശ്യത്തിന് മാത്രം സാധനങ്ങള് വാങ്ങിച്ചാൽ പോരെ? പഠിച്ചില്ലേ നമ്മള്? പഠിച്ചിട്ടുണ്ടോ നമ്മള് ഇതിനു മുമ്പ് ഒബ്ജക്റ്റീവില്? എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമനുസരിച്ച് മാത്രം വാങ്ങിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റില്ലേ? ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് റിഡക്ഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കാം, അതുവഴി നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോ വർക്ക് സ്കാനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ്, നല്ല ഗുണനിലവാരം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോൾ അത് കുറെ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിപ്പയേഴ്സോ അറ്റകുറ്റപ്പണികളൊന്നും ഇല്ലാതെ കുറെ നാളെ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം. അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാം. ഇനി എന്താണ്, വാല്യൂ അനാലിസിസ്. മൂല്യം എന്താണ്? അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക. മൂല്യ വിശകലനം എന്താണ്? ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ചിലവ് കുറയ്ക്കാനായിട്ട് നോക്കണം. ആ വസ്തുവിന്റെ മൂല്യം അനുസരിച്ച് അതിനെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ബീഫ് നോക്കുന്ന മെഷീൻ, അതെന്ത് ചെയ്തു? കുറെ വാങ്ങിച്ചു, അതിന്റെ പല വെറൈറ്റീസും വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? എന്താണ് അതിന്റെ ഒരു ഫംഗ്ഷൻ? ബീഫ് ഫംഗ്ഷൻ എന്താണ്? ബീഫ് നോക്കുക. നിങ്ങൾ ഫംഗ്ഷൻ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതിന്. അതുകൊണ്ട് പല വെറൈറ്റീസും വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു മെഷീൻ യൂസ് ചെയ്താൽ പോരെ നമുക്ക്? അതില്ലേ? എന്താ പറയുന്നത്? അതിന്റെ മൂല്യം അനുസരിച്ച് ചെലവ് കുറച്ച് അതിനെ ഉപയോഗിക്കാൻ നോക്കുക. ഒരുപാട് അതിന്റെ വെറൈറ്റീസ് വാങ്ങിക്കാതെ ഒരു മെഷീൻ വാങ്ങിച്ചുകൊണ്ട് അതിന്റെ മൂല്യം അനുസരിച്ച് അതിനെ ചെലവ് കുറച്ച്, അല്ലെ? ഒരുപാട് വാങ്ങിക്കുമ്പോഴാണ് കുറെ കാശാവില്ല നമുക്ക്. കുറെ ഒന്നും വാങ്ങിക്കാതെ ആ ഒരു മെഷീൻ കൊണ്ട് അതിന്റെ എല്ലാ ഫംഗ്ഷനും ചെയ്ത് നോക്കുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമാണ് അതിന്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഫംഗ്ഷൻ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് വാങ്ങിക്കാതെ അതിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ചെലവ് കുറച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് വാല്യൂ അനാലിസിസ്. ഇനി ഡിസ്പോസൽ, മാർജനം. എന്തൊക്കെ ഐറ്റംസ് ആണ് ഡിസ്പോസൽ ചെയ്യേണ്ടത്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലില് എന്തൊക്കെ ഐറ്റംസ്? പ്ലാസ്റ്റിക് ഐറ്റംസ്. പിന്നെ വൺ ടൈം യൂസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഫുഡ് വേസ്റ്റുകള്, കോട്ടൺ തുണികള്, സിറിഞ്ചുകള്. ഓക്കെ, പിന്നെ എന്താണ്? എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? അതൊക്കെ എന്ത് ചെയ്യാം? ഡിസ്പോസൽ ചെയ്ത് കളയാം. പിന്നെ എന്താ, ഇങ്ങനെ ഡിസ്പോസൽ ചെയ്ത് കളയാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്രാപ്പിന് കൊടുക്കില്ലേ? സ്ക്രാപ്പിൽ കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അതിനുള്ള വാല്യൂ നമുക്ക് കിട്ടും അല്ലെ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പോസൽ ചെയ്ത് കളയാം. കിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? മെറ്റീരിയൽ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, receiving and inspection, stocking and distribution, inventory control, cost reduction, value analysis and disposal. Okay. Just ഒന്ന് വായിച്ചു നോക്കിയേ, ആ ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ അല്ലേ? ചെയ്യേണ്ട ബുക്കൊന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, എക്യുപ്മെന്റ് ഉണ്ട്, മെഷീൻ ഉണ്ട്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ്, അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്, ഡയറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഫാർമസി, കെമിക്കൽസ് ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്,
അതുപോലെ എന്താ കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ആൻഡ് ഓട്ടോക്ലേവ് ഓർ ഓട്ടോക്ലേവ്. ഇത്രയും ഐറ്റംസ് ആണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, എക്യുപ്മെന്റ്സ് വിച്ച് ഈസ് ഇൻക്ലൂഡ് സർജിക്കൽ, അല്ലെ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ മെഷീൻസ്, സർജറിയുമായിട്ട് പല മെഷീൻസും യൂസ് ചെയ്യുന്നുണ്ട്. അതും എന്ത് വരുന്നുണ്ട്, ആ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സർജറിയുമായിട്ട് ബന്ധപ്പെട്ട മെഷീൻസ്. ഇനി എന്താണ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗിൽ എന്തൊക്കെ ഐറ്റംസ് വരാം? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഐറ്റംസ് വരും പ്രിന്റിംഗില്? പ്രിന്റിംഗുമായിട്ട് ബന്ധപ്പെട്ടത് എക്സാമ്പിൾ പറഞ്ഞേ. പ്രിന്റിംഗില് പേപ്പർ, ബില്ലിംഗ്, എക്സാമ്പിൾ എഴുതി വെച്ചോട്ടോ, ഇനി വായിച്ചു നോക്കുമ്പോ മനസ്സിലാവില്ല. ഓക്കെ, എന്താണ്, ബില്ലിംഗ് ഉണ്ട്, പേപ്പർ ഉണ്ട്, പിന്നെന്താ അപ്പോയിന്റ്മെന്റ് കാർഡ്സ്, അല്ലെ, OP ടിക്കറ്റ്സ് ഉണ്ട്, വെരി ഗുഡ്, റിപ്പോർട്ട്സുകൾ ഉണ്ട്. സ്റ്റേഷനറിയോ, സ്റ്റേഷനറി എന്തൊക്കെ വരാം? സ്റ്റേഷനറി ഐറ്റംസ് പേപ്പർ, പെൻ, അങ്ങനെയുള്ള കാര്യങ്ങള്, ബുക്ക്, അല്ലെ, ഫയൽസ്, റെക്കോർഡുകള്, പേപ്പർ. ഇനി എന്താ, ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് ലിനൻ ആൻഡ് കെമിക്കൽസ്. എന്താ ലിനൻ? ലിനൻ എന്താ? ക്ലോത്ത് അല്ലെ, ക്ലോത്ത്. അതുപോലെ എന്താ, കെമിക്കൽസ് എന്തൊക്കെ വരാം? കെമിക്കൽസില് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ലിക്വിഡ്സ് ഉണ്ടാവും, അല്ലെ, ഡെറ്റോള്, അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടാ. ഡയറ്ററി എന്താ? ഡയറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്താ? എന്തൊക്കെ ഐറ്റംസ് വരാം? ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡയറ്ററി. ഇപ്പൊ ക്യാൻറ്റീനിൽ യൂസ് ചെയ്യുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഡയറ്ററി വരുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ്, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്. എന്തൊക്കെ വരും? ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോ എന്തൊക്കെ ഐറ്റംസ് വരാം? ഫാൻ, ലൈറ്റ്, പിന്നെ സ്വിച്ച്. ഓക്കെ, ഇനി എന്താ, ലാബ് കെമിക്കൽസ്, ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്. ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വരാം? ഫാർമസിയില് ടാബ്ലറ്റ്സ്, ഡ്രഗ്, അല്ലെ, മെഡിസിൻ, ഡ്രഗ് കേട്ടാ. പിന്നെന്താ, നീഡിൽസ് വരും, നീഡിൽസ്, സിറിഞ്ചുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാ. പിന്നെന്താണ്, കെമിക്കൽസ് ഡെവലപ്പർ ഓർ ഫിക്സർ ഇൻ റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് മിഷ്യൻസ് പ്രവർത്തിപ്പിക്കാനായിട്ട് പല കെമിക്കൽസും ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കെമിക്കൽസ് ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മിഷ്യൻസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെ, ഇപ്പൊ എന്താണ്, ഹോസ്പിറ്റലാണെങ്കിൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും എന്താ കൺസ്ട്രക്ട് ആക്കുമ്പോ അവിടെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? പൈപ്പ്, അതുപോലുള്ള പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്യില്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അതിൽ വരുന്നത്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്. പിന്നെന്താണ്, കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. എന്താ ഓട്ടോക്ലേവ്? ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, സന്തോഷായി. ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓട്ടോക്ലേവ്സിന് എന്താണ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് ഓട്ടോക്ലേവ്സ്. അപ്പൊ അത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡീസൽ, പെട്രോള് ഉപയോഗിക്കാൻ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? എക്യുപ്മെന്റ്സ്, മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ലാബ്, ഫാർമസി, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ഓക്കെ,
ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീക്ക് എടുക്കാം കേട്ടോ. അടുത്ത പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും വരെ പഠിച്ചിട്ട് വരാം. എന്താണ് ഒബ്ജക്റ്റീവ്, അതുപോലെ എന്താ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണ്, ഡെഫിനിഷൻ നോക്കാം. ഇൻട്രൊഡക്ഷനിൽ വായിച്ച് പഠിക്കാം കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് പറയുന്ന മറ്റൊരു പേര്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ പഠിക്കാം. അതുപോലെ മെറ്റീരിയൽസ് എന്താണ്, വൈറ്റൽ റിസോഴ്സസ് ആണ് ഹോസ്പിറ്റലിന്റെ, സപ്പോർട്ടീവ് ഘടകമായിട്ട് പ്രവർത്തിക്കുന്നു. അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാം. എയിംസ് പഠിക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓർ എയിംസ്, അതുപോലെ മേജർ എയിംസ്, മേജർ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് പഠിക്കാം. ഫങ്ഷൻസ് നോക്കാം, നിങ്ങൾക്ക് അറിയാലോ, ബുദ്ധിമുട്ടില്ലല്ലോ പഠിക്കാനായിട്ട്. അതുപോലെ മെറ്റീരിയൽസ് നോക്കേണ്ട ആവശ്യമില്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല, അറിയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞ ഭാഗങ്ങളൊക്കെ? ഡൗട്ട് വല്ലതുണ്ടോ? ക്ലിയർ ആണ്. താങ്ക് യു. അടുത്ത ആഴ്ച വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ. പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരാം.